ഏറ്റവും ബെസ്റ്റ് പാനൽസ് നമ്മൾ നോക്കുമ്പോൾ നോർമലി അദാനി, പ്രീമിയർ ഇങ്ങനത്തെ ബ്രാൻഡ്സ് കൂടാതെ ഈ പ്രാവശ്യം വന്നേക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാനൽസ് നോക്കുവാണെങ്കിൽ റിന്യൂ പവർ വരുന്നുണ്ട്. റിന്യൂ പവർ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന പാനൽസിൽ ഏറ്റവും ടോപ്പിൽ വരുന്ന ഒരു പാനലാണ്. ഇവർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. PI ബെർലിൻ പോലത്തെ ലാബ്സിലൊക്കെ ടെസ്റ്റിംഗ് ചെയ്തിട്ടാണ് ഇവർ മാർക്കറ്റിൽ വന്നേക്കുന്നത്. ബോത്ത് DCR ആസ് വെൽ ആസ് നോൺ DCR പാനൽസ് ഉണ്ട്. പഹൽ സോളാറിൻ്റെ പാനൽസ് നോക്കുവാണെങ്കിൽ 45 mm തിക്നെസ് ഉള്ള ഫ്രെയിം ആയിരിക്കും. തിക്നെസ് കൂടിയ ഫ്രെയിം ഉപയോഗിക്കുമ്പോൾ നമുക്ക് പാനലിൽ ഡാമേജ് വരാൻ സാധ്യത കുറവായിരിക്കും. അതുപോലെ ഇവർ എൻക്യാപ്സുലൻ്റ് അല്ല യൂസ് ചെയ്യുന്നത്, ഇവർ ഡിഫറെൻ്റ് ആയിട്ടുള്ള എൻക്യാപ്സുലൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. റേസോൺ സോളർ വലിയ രീതിയിലുള്ള ബ്രാൻഡിങ് ഉണ്ട്. അതുപോലെ നോൺ DCR പാനൽസ് ഇഷ്ടംപോലെ ഇറക്കിയിട്ടുണ്ട്. 585 വാട്ട്സ് അതിന് കൂടുതലുള്ള വാട്ടേജ് ഉള്ള പാനൽസും അവൈലബിൾ ആണ്. ഇവരൊക്കെ മാക്സിമം ഇപ്പം M10 നിന്ന് G12 സെൽസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം 210 mm സെൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ 45 mm തിക്നെസ് വരുന്ന പാനൽസും ഉണ്ട്. ആക്സിടെക്കിൻ്റെ പാനൽസ് നോക്കിക്കഴിഞ്ഞാൽ 15 years ആണ് പ്രോഡക്റ്റ് വാറൻറ്റി വരുന്നത്. ബാക്കിയുള്ള പാനൽസിനൊക്കെ നോർമലി 12 years ആയിരിക്കും പ്രോഡക്റ്റ് വാറൻറ്റി വരുന്നത്. ഇവിടെ ഒരു 3 വർഷം വാറൻറ്റി എക്സ്ട്രാ കിട്ടുന്നുണ്ട്. പെർഫോമൻസ് വാറൻറ്റി 25 years 30 years ആയിരിക്കും. അതുപോലെ വാരിയുടെ ഓൾറെഡി അവൈലബിൾ ആണ്. 600 വാട്ട്സിൻ്റെ നോൺ DCR പാനൽസ് അവൈലബിൾ ആണ്. ഇവർ M10 സെൽസ് വെച്ചാണ് അത് ചെയ്തേക്കുന്നത്. 715 വാട്ട്സിൽ നോക്കുവാണെങ്കിൽ G12 സെൽസ് ആയിരിക്കും. ഇപ്പം പ്രീമിയർ ഓൾമോസ്റ്റ് ടോപ്പ് മോസ്റ്റ് പാനലാണ്. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ബ്രാൻഡാണ് പ്രീമിയർ. അപ്പോൾ ഇവരും M10 സെൽ വെച്ചാണ് ചെയ്തേക്കുന്നത്. ബൈഫേഷ്യൽ പാനൽസ് അവൈലബിൾ ആണ്. അതുപോലെ ടോപ്കോൺ മോഡൽസും അവൈലബിൾ ആണ്. ബോത്ത് DCR ആസ് വെൽ ആസ് നോൺ DCR. പക്ഷേ ഇപ്പോഴും കൂടുതലും അവൈലബിൾ ആയിട്ടുള്ള പാനൽസ് നോൺ DCR പാനൽസ് ആയിരിക്കും. നോൺ DCR പാനൽസ് നോൺ സബ്സിഡി സ്കീമിൽ ചെയ്യാൻ പറ്റും. നോൺ സബ്സിഡി സ്കീമാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ പ്രൈസ് വൈസ് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് വരുന്നത്. സബ്സിഡി സ്കീമിൽ വരുന്ന പാനൽസ് DCR പാനൽസിൻ്റെ ഷോർട്ടേജ് ഉണ്ട്. മാർക്കറ്റിൽ അവൈലബിലിറ്റി ഒരു ഫാക്ടറാണ്. അതുപോലെ ഇപ്പം മാനുഫാക്ചറിങ് ഇവരൊക്കെ എല്ലാവരും മാക്സിമം AI ഇൻ്റഗ്രേറ്റഡ് മാനുഫാക്ചറിങ് യൂണിറ്റ് ആയിരിക്കും ഇൻ്റഗ്രേഷൻ ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഗോൾഡി സോളാർ നോക്കുവാണെങ്കിലും അതുപോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫസ്റ്റ് സോളർ, ആ കമ്പനി അമേരിക്കൻ കമ്പനിയാണ്. തിൻ ഫിലിം സെൽസ് വെച്ചിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. ഗ്രൂ സോളാർ അഗെയിൻ ഒരു ഗുജറാത്ത് ബേസ്ഡ് കമ്പനിയാണ്. നോൺ DCR പാനൽസിന് ഫേമസ് ആണ് ഗ്രൂ സോളാറും. അപ്പോൾ ഇത് ഈ വർഷം നമ്മൾ എക്സ്പോയിൽ നോക്കി കഴിഞ്ഞാൽ മാക്സിമം പുതിയ ബ്രാൻഡ്സ് ഒത്തിരി വന്നിട്ടുണ്ട്. പുതിയ ബ്രാൻഡ്സ് അവർ ഓൾറെഡി 2-3 years ആയിട്ട് ഇന്ത്യൻ മാർക്കറ്റിലുള്ളതാണ്. ഇത് വിക്രം 630 വാട്ട്സിൻ്റെ പാനലാണ്. സോ ഈ 630, 700 വാട്ട്സ് പാനലൊക്കെ നമുക്ക് പൊതുവേ സ്മോൾ സ്കെയിൽ കമേഴ്ഷ്യൽ റെസിഡൻഷ്യലിൽ അത്രയും എളുപ്പത്തിൽ വരത്തില്ല. അത് മാക്സിമം പവർ പ്ലാന്റ്സിലായിരിക്കും പോകുന്നത്. നമുക്ക് 600 വാട്ട്സിന് താഴെയുള്ള പാനൽസാണ് കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത് ഫോർ നോൺ DCR പ്രോജക്ട്സ്. ഇത് ഒരു സൗത്ത് ഇന്ത്യൻ കമ്പനിയാണ് MV. നിയർലി 30-year-old കമ്പനിയാണ്. വെരി ലോങ് ടൈം അവർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നോൺ DCR പാനൽസിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ MV ഉണ്ട്. 23.42% ആണ് ഇവരുടെ എഫിഷ്യൻസി ഇപ്പം വരുന്നത്.